ഫാദർ സ്റ്റീഫൻ ആലന്തറ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹം CBCIയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ്. ഫാദർ, അറിയാം ഈ സമയം വേദനയുടെ നിമിഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന്. എങ്ങനെയാണ് ഓർക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട പാപ്പയെ? ഫ്രാൻസിസ് പാപ്പ എല്ലാവർക്കും തന്നെ സമീപസ്ഥനായിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും റോമിലായാലും അദ്ദേഹം അന്തർദേശീയ തലത്തിൽ നടത്തിയ തീർത്ഥാടനങ്ങളുടെ അവസരത്തിലായാലും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ച് വഴിയിലൂടെയൊക്കെ അദ്ദേഹം കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവിടെ വണ്ടി നിർത്തി അവരോടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു പെപ്പസിയുടെ ശൈലിയുടെ ഉടമയാണ് ഫ്രാൻസിസ് പാപ്പ. ജനങ്ങളുമായിട്ട് അദ്ദേഹം അടുത്തിടപഴകി, പ്രത്യേകിച്ചും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടു. അന്തർദേശീയമായ തലത്തിൽ തന്നെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും ലൗദാത്തോ സി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനം, ഭൂമി നമ്മുടെ അമ്മയാണ്, ഈ ഭൂമിയെ സംരക്ഷിക്കുക ഭാവി തലമുറയോടുള്ള കടപ്പാടും ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ആഹ്വാനങ്ങൾ, അതെല്ലാം ലോക ജനത ഏറ്റെടുത്തിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയോ ക്രൈസ്തവ വിശ്വാസികളോ മാത്രമല്ല, ലോക ജനത ഏറ്റെടുത്തിട്ടുള്ള വലിയ അതുപോലെ തന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ളതും പിന്നെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ വലിയ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അകൽച്ച അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഈ സമ്പന്ന രാഷ്ട്രങ്ങളുടെ മേൽ നടത്തിയ വലിയ സ്വാധീനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാവപ്പെട്ടവരോടുള്ള അനുകമ്പയാണ് പ്രകടമാകുക. അതുപോലെ തന്നെ നമുക്കറിയാം, യൂറോപ്പ് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ മൈഗ്രന്റ് ക്രൈസിസിലൂടെ കടന്നുപോയി. എല്ലാ വാതിലുകളും തുറന്നിടാൻ, അഭയാർത്ഥികൾക്കായിട്ട് തുറന്നിടാൻ പറഞ്ഞു. വലിയ വിമർശനം ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നിട്ടത് കൊണ്ട് മാപ്പാപ്പ നേരിടുകയുണ്ടായി. പക്ഷെ എങ്കിലും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദേവാലയങ്ങൾ തുറന്നിട്ട് കൊടുക്കണം, നമ്മുടെ വൈദികരുടെ വസതികളിലെ ഈ അഭയാർത്ഥികളെ താമസിപ്പിക്കുവാനായിട്ട് വൈദികർ തയ്യാറാകണം. അപ്പോൾ ഒരു മാനുഷികതയുടെ തലമുണ്ട് അവിടെ. ഒരു കത്തോലിക്ക വിശ്വാസിയെന്നോ ഒരു ക്രൈസ്തവനെന്നോ നോക്കാതെ അവിടെ ഏത് മനുഷ്യൻ സഹിക്കുകയാണെങ്കിലും അവൻ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ അഭയാർത്ഥി പ്രശ്നത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാപ്പാപ്പയ്ക്കെതിരെ ആ സമയത്ത് ശക്തമായിട്ട് വരുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ശക്തമായിരുന്നു. കാരണം അതൊരു മാനുഷികതയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. സഹിക്കുന്നവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാർ. അപ്പോൾ ഈ രണ്ട് തലത്തിൽ അദ്ദേഹം അന്തർദേശീയമായ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഒന്ന് ഈ എൻവയൺമെന്റൽ മിഷൻ, അതുപോലെ തന്നെ ഈ മൈഗ്രന്റ് മിനിസ്ട്രിയുടെ തലത്തിൽ, രണ്ട് തലത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയൊരു ലേഖനം, ഒരു ചാക്രിക ലേഖനമാണ് ഫ്രatelli tutti, എല്ലാവരും സഹോദരി സഹോദരന്മാർ. അത്തരത്തിലൊരു വിശാലകതയിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ. കാരണം ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലായിരുന്നു വിഭാഗീയതകൾ വർദ്ധിച്ചു വരുന്നത്. മതത്തിന്റെ ആയാലും രാഷ്ട്രീയത്തിന്റെ ആയാലും പലതരത്തിലും വിഭാഗീയതകൾ വർദ്ധിച്ചു വരുന്ന സ്ഥലത്താണ് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് പറയുക, ഫ്രatelli tutti, എല്ലാവരും സഹോദരി സഹോദരൻ. അതിലേക്കാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം ഈ സാഹോദര്യം കെട്ടുറപ്പിക്കാനുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്കയിലൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് അത് പ്രായോഗിക തലത്തിൽ വരുത്തിയ വ്യക്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വായിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഈ മാർപ്പാപ്പയെ കർദിനാൾ സ്ഥാനാരോഹണ സമയത്ത് റോമിലേക്ക് വരാനിരുന്ന ഇഷ്ടംപോലെ, അദ്ദേഹം അർജന്റീനയിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ കാലം ജീവിതത്തിന്റെ ചെറുപ്പകാലം കഴിഞ്ഞത്. അവിടെ നിന്ന് കുറേ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ റോമിലേക്ക് വരാനിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞത്, ആ വിമാന ടിക്കറ്റിന് നിങ്ങൾ ചെലവാക്കുന്ന പണം അതെടുത്ത് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ തുണിത്തരമോ വാങ്ങി നൽകണമെന്നാണ്.